Cloudy, ChatGPT, Perplexity, Grok, Gemini versus DeepSeek. Okay. ഇതാണ് എൻ്റെ സ്പീച്ചേഴ്സ്. ക്ലൗഡി 4.5 ഏജന്റിക് ആണ്. അതേപോലെ ഹാൻഡിൽ ഹ്യൂജ് കോണ്ടാക്ട്സ് വിൻഡോസ്, എക്സെപ്ഷണൽ അറ്റ് സ്ട്രക്ചേർഡ് റൈറ്റിംഗ്, അഡ്വാൻസ്ഡ് AI safety system, fieldworks, outstanding for founders, managing documents, contacts, and complex project, combines deep reasoning with enterprise-grade security, too cautious in creative workflow, slower improvisational task compared to GPT-based. സത്യം ക്ലൗഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ് ആക്ച്വലി ക്ലൗഡി എന്ന് പറയുന്നത്. ക്ലൗഡി എന്ന് പറയുന്ന സാധനം അധികം ആർക്ക് അറിയാനും ചാൻസ് ഇല്ല. ആക്ച്വലി നമ്മളിങ്ങനെ PDF ഉണ്ടാക്കുക, അങ്ങനെ കുറച്ചും കൂടെ കോഡിങ് റിലേറ്റഡ്, അതിനൊക്കെ ഭയങ്കര പ്രൊഫഷണലാണ്. ബട്ട് ക്രിയേറ്റീവായിട്ടൊരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് സീനാണ് നമ്മുടെ ക്ലൗഡി എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, ഇനി രണ്ടാമത് ChatGPT, മൾട്ടി മോഡൽ, മെമ്മറി ആൻഡ് പ്രോജക്ട്സ് ഫോർ ഓൺ ഗോയിങ് വർക്ക്, ടെക്സ്റ്റ്, കസ്റ്റം GPT's ഏജന്റ് കിറ്റ്, the most versatile and user-friendly AI in the market, to learn from content, research and automation. Subscription post rises quickly at scale, can hallucinate on issue. അതായത് ഇതിൻ്റെ ChatGPT എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലിയിൽ കിട്ടുന്ന ChatGPT ആണ്. അത് ഇതുവരെ അങ്ങനെ വേറൊരു മോഡലും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയുക, കുറച്ചും കൂടി ഇംഗ്ലീഷൊക്കെ നമ്മൾ മലയാളീസൊക്കെ ആണല്ലോ, ഇംഗ്ലീഷൊക്കെ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ChatGPT-ലാണ്. അതിനകത്താണ് പിന്നെ മൾട്ടി മോഡലാണ് ആക്ച്വലി. അതാണ് വേറൊരു പ്രത്യേകത. ടെക്സ്റ്റ്, വീഡിയോസ്, ഫോട്ടോസ് എല്ലാം തന്നെ ഉണ്ടാകും. ബട്ട് ഇതിനകത്ത് കണ്ടന്റ് ക്രിയേഷൻ നല്ലതാണ്. ബട്ട് ഗ്രോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര പോരാ കണ്ടന്റ് ക്രിയേഷനിൽ. എന്നാലും ChatGPT കണ്ടന്റ് ക്രിയേഷനിൽ സെറ്റാണ്. ഓക്കെ, പിന്നെ പെർപ്ലെക്സിറ്റിയിലാണെങ്കിൽ പെർഫെക്റ്റ് ഫോർ ഡാറ്റ ഡ്രിവൺ ഫൗണ്ടേഴ്സ് who need verified removal AGS work by showing resource and evidence, limited creative generation, depend on internet access, full power. സെക്കൻഡ്, പെർപ്ലെക്സിറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് AI ജനറേറ്റഡ് ആൻസേഴ്സ് അല്ല. അതായത് ഓരോ വെബ്സൈറ്റിൽ പോയി ക്രൗൾ ചെയ്ത് അവിടെ നിന്ന് നമുക്ക് സാധനം എടുക്കാൻ അതിന്റെ അക്യുറസി ഒക്കെ അതേപോലെ കണക്ട് ആക്കും. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ കാര്യം ട്രേഡിങ്ങിനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പെർപ്ലെക്സിറ്റിയാണ്. അവർ നല്ല കിഡിലനായിട്ട് അവരെല്ലാം പറഞ്ഞു തരും. പിന്നെ ഇതിനകത്ത് വേറൊരു എഫക്ട് എന്ന് പറയുന്നത് ഇവന്മാർക്കെതിരെ കേസൊക്കെ വന്നിട്ട് പെർപ്ലെക്സിറ്റി, കാരണം അത്ര രീതിയിലാണ് വെബ് ക്രൗളിംഗ് നടക്കുന്നത്. ഈ അടുത്ത് നമ്മൾ ഈ ഹിന്ദു പേപ്പർ ഉണ്ടല്ലോ, ദ ഹിന്ദു, അവർക്കൊക്കെ ആക്ച്വലി എന്താ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ഒക്കെ ഉണ്ട്. ആ പ്ലാൻ എടുക്കുന്ന സാധനങ്ങൾ വരെ ഇവർ വെബ്സൈറ്റിൽ പോയി ക്രൗൾ ചെയ്തെടുക്കും. അത്രയ്ക്ക് ഇതാണ്. അതായത് ന്യൂയോർക്ക് ടൈംസും ന്യൂയോർക്ക് ആ കമ്പനിയാണ് പറഞ്ഞത്, അതേപോലെ ഫോബ്സ്, ഇങ്ങനെ കുറേയധികം കമ്പനീസ് ഇവർക്കെതിരെ പണി കൊടുത്തിട്ടുണ്ട്. ലോ സ്യൂട്ട്സും നടക്കുന്നുണ്ട്. BBC-ന്റെ വരെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചുരണ്ടിയിട്ടുണ്ട്. അത്രയ്ക്കും നല്ല രീതിയിൽ ഇവർക്ക് ചുരണ്ടാൻ അറിയാം. അതുകൊണ്ട് അത്രയധികം അക്യുറേറ്റ് ആയിരിക്കും. അതേപോലെ ഇവരുടെ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിട്ട് ആൻസേഴ്സ് വിത്ത് പ്രൂഫ് കൊടുക്കുമല്ലോ, ആ ഒരു സാധനം ChatGPT ആക്ച്വലി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇത് എന്ന് പറയുന്നത് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്റർനെറ്റിനാണ്. ഇന്റർനെറ്റ് ചിലർക്ക് പോയി ക്രൗൾ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റൂല. അതാണ് ഇതിനകത്ത് വേറൊരു കാര്യം. പിന്നെ ഇതിനകത്ത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും ആക്ച്വലി ഇതിനകത്ത് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഗ്രോക്ക് ഐഡിയൽ ഫോർ സോഷ്യൽ ലിസണിംഗ്, ആൻഡ് മീഡിയ മോണിറ്ററിംഗ്, real-time market insights, engineering for content abilities, scale, maturing, accuracy can be fit for corporate or technical tasks. ഒക്കെ ഗ്രോക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കോർപ്പറേറ്റ് പരിപാടി അതൊന്നും ഒരിക്കലും നടക്കില്ല. ഒരു PDF ആണെങ്കിലും അതേപോലെ ഓരോരോ കാര്യങ്ങളും കോഡിങ്ങൊക്കെ ആണെങ്കിലും അത്രയധികം സെറ്റായിട്ട് ഉള്ള കാണുന്നത്. ബട്ട് ഗ്രോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ജനറേഷൻസ്, അതേപോലെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ കിട്ടില്ല നൈറ്റാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. Gemini 2.5, seamless for teams built around Google tools, great for SEO, search and technical writing. Creative output can feel robotic, ongoing privacy concerns within Google's ecosystem. അതൊരു സത്യം. ഇവന്മാരുടെ പ്രൈവസി, കാരണം ഇവന്മാർ നമ്മുടെ പ്രൈവസി സാധനം എല്ലാം എടുത്തിട്ട് ഇവന്മാരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാതെ പറ്റൂല. പിന്നെ ഇവന്മാർ തന്നെ ഉത്തരം എന്ന് പറയുന്നത് ഒരു 7 ഉത്തരങ്ങളൊക്കെയാണ് ദാനം തരുന്നത്. വേറൊരു സത്യം. അത് രണ്ടുമാണ് ഇവന്മാരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞു. പിന്നെയാണെങ്കിൽ നാനോ ബനാനയ്ക്ക് മുന്നേ ജെമിനി എന്ന് പറയുന്ന ഒരു ചവറായിരുന്നു. നല്ല കാര്യം പറയാമോ, അത്ര വലിയ സാധനമൊന്നുമില്ലായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല ഉപകാരം എന്ന് പറയാൻ ഞാനവരാണ് കിട്ടില്ലാൻ കാരണം പ്രോട്ടോ ആണ് അടിപൊളിയായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ അടുത്താണ് ഈ ഒരു ഇന്റർനെറ്റിന്റെ ആ ഒരു വെബ് സാധനം പുള്ളി ഇരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ആൻസേഴ്സ് ഒക്കെ തരും. റോബോട്ടിക് ആണെങ്കിലും നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ആൻസേഴ്സ് ഇപ്പോൾ തരും. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഡീപ്സീക്ക് നല്ലൊരു ഐറ്റം തന്നെയാണ്. ബട്ട് ഞാൻ ആക്ച്വലി ഇത് കുറേയധികം യൂസ് ചെയ്യുന്നൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. എക്സലന്റ് ഫോർ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ, ഹൈ പെർഫോമൻസ് at a fraction of the cost of development, nature documentation and support outside Asia, weak at creative and narrative process. സത്യം ഇത് ക്രിയേറ്റീവ് പരിപാടിക്ക് എത്ര പിടിക്കുന്നതല്ല. അതേപോലെ തന്നെ ഇതിനെ കുറച്ച് ഹാലുസിനേഷൻ കുറച്ച് കൂടുതലാണ്. കാരണം ചെറിയ GPs വെച്ചിട്ടാണ് ഈ ChatGPT പകുതി പോലും പൈസ മുടക്കാതെയാണ് ഇമാതിരി സാധനം എടുത്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ വരാറുള്ളതാണ്. ഇതിന് കോഡിങ്ങിലാണെങ്കിലും കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അത്ര അക്യുറേറ്റ് ആയിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ബട്ട് ആക്ച്വലി അവർ ചെയ്ത് വെച്ച ആ ഒരു സാധനത്തിന് നോക്കുവാണെങ്കിൽ കിടിലൻ സാധനമാണ്. ആ ഒരു പൈസക്ക് വേർത്തായിട്ടുള്ള സാധനമാണ്. കാരണം ChatGPT വാല്യുവേഷൻ എവിടെ കിടക്കുന്നത്, ഇതിന്റെ വാല്യുവേഷൻ എവിടെ കിടക്കുന്നത്, ChatGPT ഉണ്ടായിരിക്കുന്ന GPs എവിടെ കിടക്കുന്നത്, ഇതിന് GPs എവിടെ കിടക്കുന്നത്, അത്രയും മാറ്റമുണ്ട് ഇതിനകത്ത് ആക്ച്വലി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് ഡീപ്സീക്ക്. ബട്ട് ആ ഒരു പൈസ ആ ഒരു ചെറിയൊരു ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വേർത്താണ് ആക്ച്വലി. ഞാൻ മൾട്ടി മോഡലൊന്നും അല്ല, അതാണ് ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ. ബട്ട് ആക്ച്വലി വളരെ നല്ലതാണ് എന്തായാലും. അപ്പം ഗൈസ് നമ്മുടെ റാങ്കിങ് പരിപാടി എന്തെല്ലാം തന്നെ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ താങ്ക് യു.